കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥകളും ചരിത്രങ്ങളുമൊക്കെ കേൾക്കുന്നത് നമുക്കെല്ലാം ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നല്ല കഥകളും നല്ല നല്ല ചരിത്രങ്ങളുമൊക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ചരിത്രങ്ങൾക്കിടയിൽ വളരെ ശ്രദ്ധേയമായ ഒരു ചരിത്രമായി നമ്മൾ കാണുന്നത് ഒരു പിതാവ് തൻ്റെ പ്രിയപ്പെട്ട മകനെ ഉപദേശിച്ച ചില കാര്യങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, ആരാണ് ആ പിതാവ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുണ്ടാകും. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഒരുപാട് നല്ല ഉപദേശങ്ങൾ മകന് നൽകുകയുണ്ടായി. പൊന്നുമോനെ എന്ന് വിളിച്ച് അദ്ദേഹം പറഞ്ഞ ഉപദേശങ്ങളിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നാണ്. ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുമോനെ, നീ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്ന ഉപദേശമാണ് ആദ്യം അദ്ദേഹം നൽകിയത്. പിന്നീട് പറഞ്ഞ ഉപദേശം എന്തായിരുന്നു? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതായിരുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മെ പോറ്റി വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഏറെ ത്യാഗം സഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയോടും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയോടും ധാരാളമായി നന്മകൾ ചെയ്യണമെന്ന് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനെ ഉപദേശിക്കുകയുണ്ടായി. വേറെയും ഒരുപാട് നല്ല ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ആ ഉപദേശങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുട്ടികളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി.